Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 17th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിലുള്ള പ്രോബ്ലംസും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, തന്നേക്കുന്ന ഫിഗറിൽ നിന്ന് ഫ്രീ ബോഡി ഡയഗ്രാംസും അതിൻ്റെ അകത്തുള്ള ഇൻക്ലൂഡഡ് ആംഗിളും പിന്നെ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം റിപ്പീറ്റഡ് സ്റ്റെപ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. KTU 2016 ജനുവരിയിൽ ചോദിച്ച പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 smooth cylinders capital A and B, each of diameter 400 mm and weight 200 Newton, rest in a horizontal channel having vertical wall and base width 720 mm as shown in figure. Find the reactions at point P, Q and R. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് സ്മൂത്ത് സിലിണ്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സിലിണ്ടർ എയും സിലിണ്ടർ ബിയും. രണ്ട് സിലിണ്ടറിൻ്റെയും ഡയമീറ്റർ, ഈ ഒരു ഡയമീറ്റർ 400 mm ആണ് രണ്ടിൻ്റെയും ഡയമീറ്റർ. രണ്ടിൻ്റെയും വെയിറ്റ് 200 ന്യൂട്ടണുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ ചാനലിലാണ് നിൽക്കുന്നത്. ഈ ചാനലിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 720 mm ആണ്. ഇനി കോണ്ടാക്ട് പോയിൻ്റായിട്ട് P, Q, R ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഫിഗർ അനലൈസ് ചെയ്താൽ ഇപ്പോൾ ഈ B എന്ന് പറയുന്ന സ്പിയറിൽ ആക്ട് ചെയ്യുന്നത് ഇവിടെ 200 ന്യൂട്ടൺ സെൽഫ് വെയിറ്റ് ഉണ്ട്. ഇവിടെ നിന്നുള്ള റിയാക്ഷൻ RP ഉണ്ട്. ഇവിടെ നിന്നുള്ള റിയാക്ഷൻ RQ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള റിയാക്ഷൻ R ഉണ്ട്. അതേപോലെ നമ്മൾ A എന്ന് പറയുന്ന സ്പിയർ എടുത്താൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് 200 ഉണ്ട്. ഇവിടെ നിന്നുള്ള റിയാക്ഷൻ R ഉണ്ട്. പിന്നെ ഈ സ്പിയറിൽ നിന്നുള്ള റിയാക്ഷൻ R ഉണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആകെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത് ഈ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇൻക്ലൈൻഡ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തത്. ഈ ആംഗിൾ തീറ്റയായിരിക്കും. ഇനി ഇതൊരു പാരലൽ ലൈനാണ്, ഇതും ഒരു പാരലൽ ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ലൈൻ വെച്ചിട്ട് ഡിവൈറ്റ് ചെയ്താൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആദ്യമേ ഓർത്തിരിക്കുക. ഇനി തീറ്റ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്പിയറിൻ്റെ ഡയമീറ്ററും ഈ ഒരു സ്പിയറിൻ്റെ ഡയമീറ്ററും നമുക്കറിയാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് ആയിരിക്കും, ഇതും റേഡിയസ് ആയിരിക്കും. അപ്പോൾ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 times ദ റേഡിയസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ AB, ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്. ട്രയാങ്കിൾ ABC എടുത്തിട്ട് അതിൻ്റെ അകത്ത് AB എന്ന് പറഞ്ഞാൽ R+R ആയിരിക്കും. കാരണം ഇത് ഇത്ര R ആണ്, ഇത് ഇത്ര R ആണ്. അപ്പോൾ R+R 2R ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ 400 എന്നാണ് തന്നേക്കുന്നത്. ദെർഫോർ റേഡിയസ് വിൽ ബി 200 + 200. ദെർഫോർ ക്യാപിറ്റൽ AB, ഈ ഒരു ലെങ്ത്ത് AB എന്ന് പറഞ്ഞാൽ 400 mm ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് BC കണ്ടുപിടിക്കണം. ഇതാണ് BC എന്ന് പറയുന്ന ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ BC കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് 720 ആണ് അല്ലേ? 720 ആണ്. ഇനി അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു റേഡിയസ് മൈനസ് ചെയ്യണം, ഈ സൈഡിൽ നിന്ന് ഒരു റേഡിയസ് മൈനസ് ചെയ്യണം. ബാക്കി കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ഈ BC എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ BC കണ്ടുപിടിക്കാനായിട്ട് 720 - 2 times R അല്ലെങ്കിൽ R+R ചെയ്താൽ നമുക്ക് ഈ BC ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ BC = 720 - R+R. ഇതെങ്ങനെയാണ് R+R വന്നത്? ഇതേ ഇവിടെ ഒരു റേഡിയസ് മൈനസ് ചെയ്യണം, ഇവിടെ ഒരു റേഡിയസ് മൈനസ് ചെയ്യണം. അപ്പോൾ 720 - R+R, R+R 400 ആണ്. അപ്പോൾ 720 - 400 = 320. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400ഉം BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി തീറ്റ കണ്ടുപിടിക്കാമല്ലോ. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ = adjacent side BC / hypotenuse AB.
അപ്പോൾ 320/400 is equal to 0.8. അപ്പോൾ cos theta 0.8 കിട്ടി. Theta is equal to cos inverse of 0.8, that is 36.87 ഡിഗ്രി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഈ ആംഗിളും 36.87, ഈ ആംഗിളും 36.87. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്പിയർ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സ്പിയർ കൺസിഡർ ചെയ്യാം. ഇതിൽ ആക്ട് ചെയ്യുന്നത് ഇവിടെ സെൽഫ് വെയിറ്റ് ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഈ സ്പിയറിൽ നിന്നുള്ള റിയാക്ഷൻ R. നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു തീറ്റ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പിയറിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സ്പിയർ നമ്പർ എ. സ്പിയർ നമ്പർ എ വരച്ചു. അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് നമുക്ക് ഈ ഒരു ഫിഗറിൽ തന്നെ റിസോൾവ് ചെയ്ത് പോവാം. ഇനിയിപ്പോൾ ഞാൻ സെപ്പറേറ്റ് വരക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പിയർ വരച്ചു. സ്പിയറിൻ്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഇനി ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്ത സെൽഫ് വെയിറ്റ് 200 ന്യൂട്ടൺ ആയിരുന്നു. ഇവിടെ നിന്നൊരു റിയാക്ഷൻ ഉണ്ട്, അതിന് R എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നിന്നുള്ളത് ഒരു ഇൻക്ലൈൻഡ് റിയാക്ഷൻ, ക്യാപിറ്റൽ R ആണ്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 36.87 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഫോർ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R cos 36.87, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ R sin 36.87. ഇനി എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ട് സിഗ്മ FY is equal to 0. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവാണ്. അപ്പോൾ R sin 36.87, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവാണ്. അപ്പോൾ -200 is equal to 0. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഈക്വൽ ടു -200 ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് R sin θ is equal to 200 എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് R is equal to 200/sin 36.87 സോൾവ് ചെയ്യുമ്പോൾ 333.33 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ R 333.33 എന്ന് കിട്ടി. ഇനി അടുത്ത് സിഗ്മ FX is equal to 0. അപ്പോൾ സിഗ്മ FX 0 എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് പോകുന്നതാണ് പോസിറ്റീവ്. അപ്പോൾ R cos 36.89. ഇനി അടുത്ത് ലെഫ്റ്റിലേക്ക് പോകുന്നത് മൈനസ് RR. റിയാക്ഷൻ അറ്റ് R is equal to 0. ഇനി നമുക്ക് വേണ്ടത് റിയാക്ഷൻ അറ്റ് R ആണ്. അപ്പോൾ റിയാക്ഷൻ അറ്റ് R is equal to R cos 36.87. ആറിൻ്റെ വാല്യൂ 333.33 ഇൻറ്റു കോസ് 36.87 സോൾവ് ചെയ്യുമ്പോൾ റിയാക്ഷൻ അറ്റ് R is equal to 266.67 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പിയർ കഴിഞ്ഞു. ഇനി അടുത്ത് സെക്കൻഡ് സ്പിയറിലേക്ക് വരികയാണ്. സെക്കൻഡ് സ്പിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൽഫ് വെയിറ്റ്, P എന്നുള്ള റിയാക്ഷൻ, Q എന്നുള്ള റിയാക്ഷൻ, രണ്ടാമത്തെ സ്പിയറിൽ നിന്നുള്ള റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. അപ്പോൾ അടുത്ത് എഴുതുക, കൺസിഡർ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സ്പിയർ B. ഇതാണ് നമ്മുടെ സ്പിയർ. സ്പിയറിൻ്റെ അകത്ത് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആയിട്ട് വരച്ചു. ഇനി എക്സ് ആക്സിസിൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് 200 ന്യൂട്ടൺ മാർക്ക് ചെയ്തു. T എന്നുള്ള റിയാക്ഷൻ അറ്റ് P RP, അപ്വേർഡ് റിയാക്ഷൻ അറ്റ് Q RQ. ഇനി ഒരു ഇൻക്ലൈൻഡ് റിയാക്ഷൻ R ഉണ്ട്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 36.87 ആണ്. സോ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ R cos തീറ്റയും വൈ കോർഡിനേറ്റ് R sin തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസോൾവ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ട് സിഗ്മ FY is equal to 0 കൊടുക്കുക. അതിനകത്ത് അപ്വേർഡ് പോസിറ്റീവാണ്, ദെർഫോർ RQ. ഇൻ ഡൗൺവേർഡ് നെഗറ്റീവാണ്. അപ്പോൾ -200 വീണ്ടും R sin 36.87 is equal to 0. നമുക്ക് വേണ്ടത് RQ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. RQ മാത്രം ലെഫ്റ്റിലിട്ടിട്ട് ഈ രണ്ട് നെഗറ്റീവ് ടേമും ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ RQ is equal to 200 plus R sin 36.87. 200 plus Rൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. 333.33 ഇൻറ്റു സൈൻ 36.87. ദെർഫോർ RQ is equal to 400 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സിഗ്മ FX is equal to 0. RP ആണ് പോസിറ്റീവ്, നെഗറ്റീവായിട്ട് -R cos 36.87 ആണുള്ളത്. അപ്പോൾ സിഗ്മ FX is equal to 0, which implies RP minus R cos 36.87 is equal to 0. അവിടെ നിന്ന് RP is equal to R cos 36.87 എന്ന് കൊടുക്കാം. Rൻ്റെ വാല്യൂ 333.33 ഇൻറ്റു cos 36.87 സോൾവ് ചെയ്യുമ്പോൾ RP is equal to 266.67 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടൊക്കെ ഒന്ന് എടുത്തെഴുതാം. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത് PQR എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ റിയാക്ഷൻ അറ്റ് P is equal to നമുക്ക് എത്ര കിട്ടി? 266.67. ഇനി റിയാക്ഷൻ അറ്റ് Q equal to Q എന്ന് പറയുന്ന പോയിന്റിലെ റിയാക്ഷൻ 400 ന്യൂട്ടൺ ആണ്. ഇപ്പോൾ 400 ന്യൂട്ടൺ. റിയാക്ഷൻ അറ്റ് R നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു 266.67. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, two smooth circular cylinders, each of weight 100 Newton and radius 15 cm, are connected at their centers by a string capital AB of length 60 cm. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞത്
എ ബി എന്ന് പറയുന്ന രണ്ട് സ്മൂത്ത് സിലിണ്ടേഴ്സാണ്. ഈ രണ്ട് സിലിണ്ടറിൻ്റെയും വെയിറ്റ് 100 ന്യൂട്ടണാണ്, റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെയും സിൻ്റെയും റേഡിയസ് 15 സെൻറ്റിമീറ്ററും ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ വെച്ചിട്ടുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് സ്പിയറിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ഒരു സ്ട്രിങ് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എ ബി എന്നാണ് നമ്മൾ ഫിഗറിൽ സി എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എ സി എന്ന് തന്നെ അത് മാറ്റി എഴുതാം. അപ്പോൾ അത് ഫിഗർ വന്നപ്പോൾ ഉള്ളൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ പോവാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എ സി എന്ന് തന്നെ എഴുതിക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എ സി എന്ന് പറയുന്ന സ്ട്രിങ് വെച്ചിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഇവിടെയുണ്ട്, സി ഇവിടെയുണ്ട്. രണ്ട് സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് എ സി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ഈ വയറിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ് റെസ്റ്റ് അപ്പോൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, as shown in figure. The cylinder above them has a weight of 200 Newton and radius 15 centimeter. ഇനി ഇതിൻ്റെ മുകളിലുള്ള സ്പിയർ എന്ന് വെച്ചാൽ സ്പിയർ സി ആണ്. ഓക്കെ, ഇതൊന്ന് ഓക്കെ, സ്പിയർ ബി തന്നെ. ഇത് സ്പിയർ ബി ആണ്, ഇതാണ് സി. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ചേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന സ്പിയർ തൊട്ട് മുകളിലൊരു സ്പിയർ ഉണ്ട്. ഈ സ്പിയറിൻ്റെ ലോഡ് വന്നിട്ട് 200 ആണ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 200 ന്യൂട്ടണും ഇതിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ സ്ട്രിങ്. ഈ സ്ട്രിങ് എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ, സോറി എ ബി അല്ല, എ സി എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫ്ലോർ അറ്റ് പോയിന്റ് ഡി ആൻഡ് ഇ. ഇപ്പോൾ ഈ പോയിന്റിന് ഡി എന്നും ഈ പോയിന്റിന് ഇ എന്നും കൊടുക്കാം, കോണ്ടാക്ട് പോയിന്റ്. ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആർ ഡിയും ആർ ഇയും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ആർ ഡി ആർ ഇ, ഇത് മൂന്നെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, ഇനി ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു സ്പിയർ എടുത്താൽ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള ഇൻക്ലൈൻഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ രണ്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആംഗിൾസ് തീറ്റ 1ഉം തീറ്റ 2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ആ ഫിഗറിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫിഗറിനെ ഒന്ന് ഈ രീതിയിൽ മാറ്റി വരക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേക്കുക. ഇതായിരുന്നു നമ്മുടെ സർഫസിൻ്റെ മുകളിൽ ഫസ്റ്റ് സ്പിയർ എ, സെക്കൻഡ് സ്പിയർ സി, മൂന്നാമത്തെ സ്പിയർ ബി. ഓക്കെ, ഇനി എ സി എന്ന് പറയുന്നതാണ് സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു ട്രയാങ്കിളാക്കി കൺവേർട്ട് ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഇത് തീറ്റയാണ്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ബൈ സിമെട്രി ഇപ്പുറത്തതും തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു പാരലൽ ലൈൻ, ഇതും ഒരു പാരലൽ ലൈൻ. ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്താൽ ഇവിടെ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. സിമിലർലി നമുക്ക് ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്താൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിംഗിൾ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഈ പോയിന്റിനെ ചുമ്മാ ഡി എന്നെല്ലാം കൊടുക്കാം. ഈ ഒരു തീറ്റ കണ്ടുപിടിച്ചാൽ ബാക്കി ഇതും തീറ്റയായിരിക്കും, ഇത് തീറ്റ, ഇത് തീറ്റ, ഇത് തീറ്റ, ഇതെല്ലാം സെയിം ആംഗിൾ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ഫിഗർ സിമെട്രി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വരച്ചേക്കുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ് ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഡയമെൻഷൻസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ മൂന്ന് സ്പിയറിൻ്റെയും റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ബി ലെങ്ത് എത്രയായിരിക്കും? ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്, ശരിയല്ലേ? അപ്പോൾ എ ബി ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 + 15 = 30 സെൻറ്റിമീറ്റർ ആയിരിക്കും എ ബി എന്ന് പറയുന്ന ലെങ്ത്. സിമിലർലി ബി സി എന്ന് പറയുന്ന ലെങ്ത്തും ഇവിടെ ഒരു റേഡിയസ്, ഇവിടെ ഒരു റേഡിയസ്. അപ്പോൾ ബി സി എന്ന് പറയുന്ന ലെങ്ത്തും 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി എ സി എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ ഫില്ല് ചെയ്യാം. ഇത് 30 സെൻറ്റിമീറ്റർ, ബി സി 30 സെൻറ്റിമീറ്റർ, ഇനി എ മുതൽ സി വരെയുള്ളത് 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിളിനെ ഹാഫ് ആക്കാം. എ ബി ഡി എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ ആക്കാം. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ തന്നെ,
ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. ഇനി മൊത്തം 40 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. അതിൻ്റെ അകത്ത് സൈൻ തീറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എ ബി, അതായത് 20 ഡിവൈഡ് ബൈ 30 സോൾവ് ചെയ്യുമ്പോൾ 0.6067 എന്ന് കിട്ടും. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് 667. അപ്പോൾ നമുക്ക് തീറ്റ 41.81 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഏതൊക്കെയായിരിക്കും 41.8? ഈ ഒരു ആംഗിൾ 41.87, ഈ ഒരു ആംഗിൾ 41.87, ഈ ഒരു ആംഗിൾ 41.87, ഈ ഒരു ആംഗിളും 41.87 ആയിരിക്കും. ബൈ സിമെട്രി ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ട്രയാങ്കിളായിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് തീറ്റ കിട്ടി. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് സോൾവ് ചെയ്യാം, സെയിം തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫസ്റ്റ് സ്പിയർ എടുക്കാം. സ്പിയർ ബി എടുക്കാം. ഇതിനകത്ത് ഇവിടെ ഒരു സെൽഫായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇത്രയായിരിക്കും ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ സ്പിയർ ബി. സ്പിയർ ബി എന്ന് പറയുമ്പോൾ ഇതാണ് സ്പിയർ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ സെൽഫ് വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. ഇവിടെ നിന്നുള്ള റിയാക്ഷനെ നമുക്ക് R1 എന്ന് മാർക്ക് ചെയ്യാം. റൈറ്റിൽ നിന്നുള്ള റിയാക്ഷനെ നമുക്ക് R2 എന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 41.87. ഓക്കെ, ഇനി അതിനെ നമ്മുടെ റിസോൾവ് ചെയ്ത് വരക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അതിൻ്റെ അകത്ത് 200 ന്യൂട്ടൺ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ R1 എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ഫോഴ്സ്, ആക്ട് ചെയ്യുന്ന ആംഗിൾ 41.89. ദെർഫോർ അതിൻ്റെ y കോർഡിനേറ്റ് R1 cos 41.89ഉം എക്സ് കോർഡിനേറ്റ് R1 sin 41.89ഉം ആണ്. സിമിലർലി ഇതാണ് R2 എന്ന് പറയുന്ന ഫോഴ്സ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 41.89 ആണ്. അപ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് R2 cos 41.81, എക്സ് കോർഡിനേറ്റ് R2 sin 41.89. ഇതാണ് റിസോൾവ് ചെയ്ത് കിട്ടിയത്. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷനായിട്ട് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, അതായത് R1 sin 41.89. ഇനി ലെഫ്റ്റിലേക്ക് വരുന്ന മൈനസ് ആണ്. അപ്പോൾ മൈനസ് R2 sin 41.81 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? R1ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. R1 ഇസ് ഈക്വൽ ടു R2 sin 41.81 ഡിവൈഡഡ് ബൈ sin 41.81. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് R1 ഇസ് ഈക്വൽ ടു R2 എന്ന് കിട്ടും. അപ്പോൾ R1 ഇസ് ഈക്വൽ ടു R2ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതുക. ഇനി അടുത്തത് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0ൻ്റെ ഇക്വേഷൻ R1 cos 41.81 പ്ലസ് R2 cos 41.81 മൈനസ് 200 ഇസ് ഈക്വൽ ടു 0. മൈനസ് 200 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് R1 ഇസ് ഈക്വൽ ടു R2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ R1 cos 41.89 അതുപോലെ എഴുതി, R2 cos 41.89 മൈനസ് 200ന് ഈക്വൽ ടു 200 എന്ന് എഴുതി. ഇനി അടുത്ത ഇക്വേഷനിൽ R1 cos 41.81 അതുപോലെ എഴുതി, പ്ലസ് R2ന് പകരം R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് cos 41.81 ഇസ് ഈക്വൽ ടു 200. ഇത് എങ്ങനെ കിട്ടും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2R1 cos 41.81 ഇസ് ഈക്വൽ ടു 200. അവിടെ നിന്ന് നമുക്ക് R1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 200 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു cos 41.81. സോൾവ് ചെയ്യുമ്പോൾ R1 ഇസ് ഈക്വൽ ടു 134.16 എന്ന് കിട്ടും. ഇനി R1 R2 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? R1 ഇസ് ഈക്വൽ ടു R2 ഇസ് ഈക്വൽ ടു 134.16 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് രണ്ടാമത്തെ സ്ഫിയറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ഫിയറായിട്ട് ഈ എ എന്ന് പറയുന്ന സ്ഫിയർ എടുക്കാം. ഇതിൻ്റെ അകത്ത് സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച റിയാക്ഷൻ R1. ഇനി ഇവിടെ ഒരു ടെൻഷനുണ്ട്, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പിയർ എയിലേക്ക് പോവാം. സ്പിയർ എ ഇതാണ്. സ്പിയർ എയിൽ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൽഫ് വെയിറ്റ്, താഴത്തെ സ്പിയറിൻ്റെ സെൽഫ് വെയിറ്റ് 100 ന്യൂട്രാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗൺവേർഡ് റിയാക്ഷൻ RD, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ T. ഇനി നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത റിയാക്ഷൻ R1, മുകളിലെ സ്പിയറിൽ നിന്ന് വരുന്ന റിയാക്ഷൻ R1. ഈ ആംഗിളാണ് 41.81. ഓക്കെ, അപ്പോൾ ആംഗിൾ 41.81. ഈ ആംഗിൾ എവിടെ നിന്ന് കിട്ടി? ഈ ഫിഗറിൽ ഇതാണ് തീറ്റ, 41.81. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്പിയർ എഴുതി. ഇനി എന്ത് ചെയ്യുക? അതിനെ റിസോൾവ് ചെയ്യുക. റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിട്ട് എഴുതുക. ഇതിൻ്റെ അകത്ത് സെൽഫ് വെയിറ്റ് 400 ആണ്. അപ്പോൾ സെൽഫ് വെയിറ്റ് ഡൗൺവേർഡ് 100 ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റിലേക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ടെൻഷൻ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു അപ്വേർഡ് RD റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാനുള്ളത്. ഇനി ഇവിടെ ഒരു R1 ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ
തീറ്റ വരുന്നത് y ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നതാണ്. ദെർഫോർ അതിൻ്റെ y കമ്പോണൻറ്റ് R1 cos 41.81ഉം അതിൻ്റെ x കമ്പോണൻറ്റ് R1 sin 41.81 ആണ്. ഇനി നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷനായിട്ട് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ടി, അടുത്തത് മൈനസ്, ലെഫ്റ്റിലേക്ക് വരുന്ന നെഗറ്റീവ് മൈനസ് R1 sin 41.81 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് ടി ഇസ് ഈക്വൽ ടു R1 sin 81.81 എന്ന് കിട്ടും. R1ൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, 134.16 എന്നാണ് കിട്ടിയത്. അപ്പോൾ R1ന് പകരം 134.16 ഇൻറ്റു സൈൻ 41.81 സോൾവ് ചെയ്യുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 89.44 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കിട്ടി. ഇനി അടുത്ത സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്വേർഡ് ഫോഴ്സ് ഒരെണ്ണേ ഉള്ളൂ, അത് പോസിറ്റീവ്, 2 നെഗറ്റീവ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു ആർ ഡി മൈനസ് R1 cos 41.81 മൈനസ് 100 ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് ആർ ഡി മാത്രം ലെഫ്റ്റിലിടുക, 100 പ്ലസ് R1 cos 41.81. ഇനി R1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആർ ഡി ഇസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ 200 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ അങ്ങനെ എ എന്ന് പറയുന്ന സ്പിയർ കഴിഞ്ഞു. ഇനി അടുത്തത് സി എന്ന് പറയുന്ന സ്പിയറിലേക്ക് പോവാം. സി എന്ന് പറയുന്ന സ്പിയറിലേക്ക് പോകുമ്പോൾ ശരിക്കും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബൈ സിമെട്രി ഇവിടെ ആക്ട് ചെയ്യുന്ന ആർ ഡി എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന ആർ ഇ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കിട്ടി, അത് തന്നെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ. ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന സെൽഫ് വെയിറ്റ് 100 ന്യൂട്ടൺ, ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആർ ഇ, ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ടി, ഇവിടെ നിന്ന് ഉള്ള റിയാക്ഷൻ R2, അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇതാണ് തീറ്റ. ഇത്രയാണ് നമ്മുടെ ഫിഗറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്പിയർ സിൻ്റെ ഫിഗർ ഇതാണ്. റിയാക്ഷൻ ആർ ഇ, ടെൻഷൻ ടി, സെൽഫ് വെയിറ്റ് 100, പിന്നെ റിയാക്ഷൻ R2, തീറ്റ 41.81. ഇനി അതിനെ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ സെൽഫ് വെയിറ്റ് 100 താഴത്തേക്ക്, റിയാക്ഷൻ ആർ ഇ മുകളിലേക്ക്, ടെൻഷൻ ടി ലെഫ്റ്റിലേക്ക്, പിന്നെ ഇതാണ് ഇൻക്ലൈൻഡ് ഫോഴ്സ്, ഇതാണ് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ വൈ കമ്പോണൻറ്റ് R2 കോസ് തീറ്റയും എക്സ് കമ്പോണൻറ്റ് R2 സൈൻ തീറ്റ ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റൈറ്റിലേക്കുള്ള പോസിറ്റീവ് ആയതുകൊണ്ട് R2 സൈൻ 41.81 മൈനസ് ലെഫ്റ്റിലേക്കുള്ളത് ടി ഇസ് ഈക്വൽ ടു 0. ആ ഇക്വേഷൻ അതുപോലെ എഴുതി. ഇനി അടുത്ത് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. ഇത് പോസിറ്റീവ്, ഇത് രണ്ട് നെഗറ്റീവ്. അപ്പോൾ എങ്ങനെ വരും? ആർ ഇ മൈനസ് 100 മൈനസ് R2 കോസ് 41.81 ഇസ് ഈക്വൽ ടു 0. നമുക്ക് ആർ ഇ ആണ് വേണ്ടത്. ആർ ഇ ഇസ് ഈക്വൽ ടു, ഇത് രണ്ട് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും, 100 പ്ലസ് R2 കോസ് 41.82. ഇനി R2ൻ്റെ വാല്യൂ നമുക്കറിയാം 134.16 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ഇ ഇസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. റിസൾട്ടായിട്ട് എടുത്ത് എഴുതുക. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്ട്രിങ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്ട്രിങ്ങിനെ ടി ആയിട്ട് എടുക്കാം. ടി നമുക്ക് 89.44 എന്നാണ് കിട്ടിയത്. ഇനി അടുത്ത പ്രഷർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ഫ്ലോറും സ്പിയറുമായിട്ടുള്ള കോൺടാക്ട് പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ ആർ ഡി ഈക്വൽ ടു 200, ഇ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ആർ ഇ ഈക്വൽ ടു 200. ഓക്കെ, ഇത് രണ്ടുമായിരുന്നു നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. ഇത് ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.